10 കൊല്ലം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊടുക്കാതെ ധ്യാനത്തിലായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെയാണ് കന്യാകുമാരിയിലെത്തി വിവേകാനന്ദ പാറയിൽ ശരിക്കും ധ്യാനം തുടങ്ങിയത്. കേരളത്തിലെ KPCCയിൽ പലതരം യോഗങ്ങൾ കണ്ട മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് കർണാടക PCC അധ്യക്ഷൻ DK ശിവകുമാർ ശത്രുഭൈരവി യാഗത്തിൻ്റെ കഥ വിളമ്പിയത് ഇന്നാണ്. ഒരിടത്ത് ധ്യാനവും ഒരിടത്ത് യാഗവും രാഷ്ട്രീയ കൊഴുപ്പ് കൂട്ടുമ്പോൾ അടുത്ത 5 കൊല്ലം ആര് രാജ്യം ഭരിക്കും എന്ന വിധി അറിയാൻ 4 നാൾ മാത്രം ബാക്കി നിൽക്കെ ചില ചോദ്യങ്ങൾ ഉയരുന്നു. മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞത് റിച്ചാർഡ് ആറ്റൻബറോയുടെ സിനിമ ഇറങ്ങിയ ശേഷമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരുന്നാൽ രാജ്യത്തിൻ്റെ വളർച്ച കൂടുമോ കുറയുമോ? മോദി ധ്യാനമിരുന്നാൽ പരസ്യ പ്രചാരണത്തിലൂടെ പോളിംഗ് ദിനത്തിൽ എതിരാളികളെ മറികടക്കാൻ BJPക്ക് കഴിയുമോ? മോദിയുടെ ധ്യാനം രാഷ്ട്രീയമോ ആത്മീയമോ? അതേസമയം മോദിക്ക് ബദൽ എന്ന് സ്വയം പുകഴ്ത്തുന്ന രാഹുലിൻ്റെ കോൺഗ്രസ് ധ്യാനത്തെ യാഗം കൊണ്ട് കമഴ്ത്തിയടിക്കുമോ? DK ശിവകുമാറിൻ്റെ ലക്ഷ്യം കർണാടകയിലെ പ്രതിപക്ഷമോ കർണാടക PCCയിലെ എതിർപക്ഷമോ? അതോ ഇതും ഒടുവിൽ പതിവ് പോലെ പിണറായിയുടെ തലയിലിരിക്കുമോ? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് ഡോക്ടർ V ശിവദാസൻ MP, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, വലത് സഹയാത്രികൻ ഷാബു പ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ ഷാബു പ്രസാദ്, താങ്കളോടാണ് ചോദിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ധ്യാനം ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാണോ ഈ ചിലരൊക്കെ പറയുന്നത് പോലെ? ലാലെ, നരേന്ദ്രമോദി ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവാണ്. അനുകൂലമായിക്കോട്ടെ പ്രതികൂലമായിക്കോട്ടെ. നിങ്ങൾക്ക് അദ്ദേഹത്തിനെ എതിർക്കാം, അനുകൂലിക്കാം, ഒക്കെ ചെയ്യാം, പക്ഷെ അവഗണിക്കാനാവില്ല. അങ്ങനെയുള്ള ഒരു നേതാവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ശ്രദ്ധിക്കപ്പെടും. അതിൻ്റെ അകത്തൊരു സംശയമില്ല. അവിടെ പത്രക്കാർ ചെല്ലും, അവിടെ ക്യാമറ ചെല്ലും, ഒക്കെ ഉണ്ടാവും. അത് അദ്ദേഹം ഒരു വിശ്വാസിയാണ്. അദ്ദേഹം വിശ്വാസിയായ ഒരു ഹിന്ദുവാണ്. ഈ ധ്യാനത്തിലും യോഗയിലുമൊക്കെ വളരെ നൈഷ്ഠികമായി പിന്തുടരുന്ന ഒരു വ്യക്തിയുമാണ്. അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അദ്ദേഹത്തിന് ചെയ്യാനുള്ള അവകാശമില്ലേ? അദ്ദേഹം അത് ചെയ്യുന്നു. അദ്ദേഹം അത് വളരെ കഴിയുന്നത്ര പ്രോട്ടോക്കോളുകളെല്ലാം ഒഴിവാക്കി അവിടെ ആദ്യം തന്നെ തമിഴ്നാട്ടിലെ BJP നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ അവിടെ സ്വീകരിക്കാനും മാലയിടാനും ഒക്കെ വരാനും ഒന്നും ആരും വരണ്ട, ഇതങ്ങനെ ഒരു സന്ദർശനമാണ്. അവിടെ വന്ന് ഹോട്ടലിൽ റൂം എടുത്തിരുന്ന BJP നേതാക്കന്മാരെല്ലാം റൂമും കാലിയാക്കി സ്ഥലം വിട്ടു. അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി അദ്ദേഹം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അദ്ദേഹം അത് ചെയ്തിട്ട് പോകുന്നു. ഇവിടെ എല്ലാവരും ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ കേരളത്തിലെ ഒരു ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്നു K കരുണാകരൻ. അദ്ദേഹത്തിന്റെ 1-ാം തീയതി തോറുമുള്ള ഗുരുവായൂരേക്കുള്ള പോക്ക്, ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തുമാത്രം, അത് ഈ സോഷ്യൽ മീഡിയയും TV ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് അത് എന്ത് ഗംഭീരമായിരുന്നു. ഡൽഹിയിൽ നിന്ന് AICC മീറ്റിങ്ങിന്റെ അകത്തു നിന്ന് അദ്ദേഹം സ്പെഷ്യൽ എയർക്രാഫ്റ്റിൽ കൊച്ചിയിൽ വരുന്നു. അവിടുന്ന് ഹെലികോപ്റ്ററിൽ ഗുരുവായൂർ പോകുന്നു 1-ാം തീയതി. അദ്ദേഹം അവിടെ തൊഴുതിട്ട് അതേ ഹെലികോപ്റ്ററിൽ തിരിച്ച് എയർപോർട്ട്. ശ്രീ ഷാബു പ്രസാദ്, K കരുണാകരൻ 1-ാം തീയതി ഗുരുവായൂർ പോകുന്നത് വലിയ ചർച്ചയായിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. പക്ഷെ ഇത് എല്ലാ 1-ാം തീയതിയും തപസ്സിരിക്കുന്ന ഒരു നരേന്ദ്രമോദി അല്ല. ഇത് നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം പരസ്യപ്രചരണം അവസാനിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഏകാഗ്രതയോടുകൂടി ആരെയും അറിയിക്കാതെ താങ്കൾ പറഞ്ഞ പോലെ വ്യക്തിപരമായ ഒരു നിഷ്ഠ അനുഷ്ഠിക്കാൻ വേണ്ടി വിവേകാനന്ദ പാറയിൽ പോയി ഇരുന്ന് സ്വകാര്യമായി ധ്യാനം ഇരിക്കുന്നതാണെന്ന് പറയുമ്പോഴാണ് 9 ഹൈ ഡെഫിനിഷൻ ക്യാമറകളൊക്കെ ഉപയോഗിച്ച് അവിടെ നിന്ന് നിമിഷങ്ങൾ തോറും ഈ വിഷ്വൽസൊക്കെ ഇങ്ങ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സംശയം ഉണ്ടാക്കുന്നത്. അതിൻ്റെ അകത്ത് എന്താ ഒരു കാര്യമുണ്ടെന്നേ, അദ്ദേഹത്തിന്റെ ധ്യാനവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ലോകം 4 പേര് കാണുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. അല്ലാതെ അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ അദ്ദേഹം ഈ ഏകാഗ്രതയോടുകൂടി സ്വകാര്യമായി വ്യക്തിനിഷ്ഠമായ ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം.
ഒരു കാര്യമുണ്ട്, ആയിക്കോട്ടെന്നേ. ഇപ്പൊ ഞാനതല്ലേ ചോദിച്ചു, എന്താ അതിന്റെ പ്രശ്നം എന്താണ്? ഇപ്പൊ ഇവിടെ അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, അതാണ് ഒരു പ്രശ്നം. അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തിപരമായ ഒരു നിഷ്ഠയിലൂടെ ചില സമുദായങ്ങൾക്ക് ചില സന്ദേശങ്ങൾ കൊടുക്കുന്നു, മറ്റുള്ള ചിലർക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് ചില സന്ദേശങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ശരിയാണ്? അത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകും. എന്ത് സന്ദേശമാണ് അദ്ദേഹം അവിടെ പോയിരുന്ന് ധ്യാനിക്കുന്നു? അതിൻ്റെ അകത്ത് എന്ത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സന്ദേശമാണ് ലാലയുള്ളത്? ഇത് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. ഒരു കാര്യമുണ്ട്, ഇതൊന്നും നരേന്ദ്രമോദിയെ ബാധിക്കുന്നതേ ഇല്ല. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഓരോന്ന് കടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇട്ട് തരും. നിങ്ങൾ അതിന്റെ പുറകെ കിടന്ന് ബഹളം വെച്ച് പോകും. അദ്ദേഹത്തിന്റെ കാര്യം നോക്കി അദ്ദേഹം പോകും. ഇതൊക്കെ ചർച്ച ചെയ്യണോ വേണ്ടതെന്നതൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയാണ്. താങ്കൾ പറഞ്ഞതുപോലെ രാജ്യം ചർച്ച ചെയ്യും, അദ്ദേഹം ചെയ്യുന്നതൊക്കെ വിലയിരുത്തും. അതറിയാവുന്ന ആൾ, എല്ലാവരേക്കാൾ നന്നായി അറിയാവുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും അദ്ദേഹം ചർച്ചയാക്കാൻ ശ്രമിക്കുന്നതും. ഇപ്പൊ ഈ പറയുന്ന അവസരത്തിൽ എന്തായാലും ആ ചർച്ചയാവുന്നതുകൊണ്ട് എന്താ പ്രശ്നം? ഇത് നരേന്ദ്രമോദി 45 മണിക്കൂർ കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിൽ അവിടെ ധ്യാനത്തിലിരിക്കുന്നു. ഇതുകൊണ്ട് എന്താണ് പ്രശ്നം? അല്ല, അതാണ് മനസ്സിലാകാത്തത്. അദ്ദേഹം ഇരിക്കുന്ന ധ്യാനം അതൊരു വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ അത് എവിടെ എങ്ങനെ വർണ്ണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് താങ്കളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമുക്കൊക്കെ നമുക്ക് അദ്ദേഹത്തെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പോലും ഇങ്ങനെയാണോ ഒരു ധ്യാനത്തിലേക്ക്, തപസ്സിലേക്ക് പോകേണ്ടത്? ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സാധ്യതകൾ ഒരുക്കിക്കൊണ്ടാണോ ഒരു ധ്യാനത്തിലേക്ക് പോകേണ്ടത്? ഒന്ന്. രണ്ടാമത്, അദ്ദേഹം ഇത്രയും ദിവസം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടങ്ങളിൽ അദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നാട്ടുകാരോട്? അദ്ദേഹം വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് വലിയ ആരോപണം കേട്ടുകൊണ്ടിരിക്കുന്ന, പരാതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ധ്യാനത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന് ആ ആരോപണത്തെ മറികടക്കാനാകുമോ? അതുപോലെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് ഇപ്പോൾ വലിയ രീതിയിലുള്ള പരാതികൾ ഉണ്ടാകുന്നു. അതിനെ മറികടക്കാൻ ഒരു പ്രധാനമന്ത്രിക്കാകുമോ? അദ്ദേഹം വ്യക്തിപരമായ നിഷ്ഠയാണ് ഇങ്ങനെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത്തരം വ്യക്തിപരമായ നിഷ്ഠകൾ ഒരു സമുദായത്തിനോ ഒന്നിലധികം സമുദായങ്ങൾക്കോ വലിയ രീതിയിലുള്ള നെഗറ്റീവ് സന്ദേശങ്ങൾ നൽകാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു പ്രധാനമന്ത്രി അത് ത്യജിക്കണ്ടേ? അദ്ദേഹത്തിന് അതിനുള്ള അവകാശം ഉണ്ടോ? താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള അവകാശമുണ്ടോ? 100% അദ്ദേഹത്തിന്റെ വ്യക്തിനിഷ്ഠമായ വിശ്വാസങ്ങൾ പിന്തുടരാൻ അവകാശമുണ്ട്. അത് പ്രധാനമന്ത്രിയായി എന്നുള്ളത് കൊണ്ട് അവകാശം ഇല്ലാതാവുന്നില്ല. പിന്നെ അല്ലാതെ നിങ്ങളെപ്പോലുള്ളവർ ഇതെന്തോ മോശമായ സന്ദേശം നൽകുന്നു, മറ്റുള്ള സമുദായങ്ങളെ ഭയപ്പെടുത്തുന്നു, അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുടെ മാനസിക രോഗമാണ്. എന്തെങ്കിലും തരത്തിലുള്ള സന്ദേശം നൽകണമല്ലോ ഈ രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ 45 മണിക്കൂർ അങ്ങനെ നമുക്ക് എഴുതി തള്ളാനാകില്ല. അദ്ദേഹം ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട 45 മണിക്കൂറാണ്. ഈ രാജ്യത്തിന് വിലപ്പെട്ട സേവനം നൽകേണ്ട 45 മണിക്കൂറാണ്. അദ്ദേഹം ആ 45 മണിക്കൂറിൽ ഏകാഗ്രതയോടുകൂടി സ്വന്തം നിഷ്ഠ അനുവർത്തിച്ചു പോകാനാണ് നിൽക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഈ രാജ്യത്തിനുള്ള ഗുണം എന്താണ്? രാജ്യത്തിന്, അതായത് അദ്ദേഹത്തിന് വ്യക്തിപരമായി അദ്ദേഹത്തിന് ലഭിക്കുന്ന ഊർജം അത് രാജ്യത്തിനും ഗുണം തന്നെയാണ്. ഇവിടെ ഒരാൾ 10 ദിവസം പരിവാരങ്ങളെയും മരുമാനെയും കൂട്ടി എവിടെയോ പോയിരുന്നല്ലോ, ഈ ചാർജ് പോലും ഏൽപ്പിക്കാതെ. എന്താണ് ഈ നാട്ടിനുണ്ടായ ഗുണം? അതുപോലൊന്നും അല്ലല്ലോ ചെയ്തിരിക്കുന്നത്. അങ്ങനെ രാജ്യം കാണാൻ പോയതാണെങ്കിൽ പ്രധാനമന്ത്രി ഇനി പോകാത്ത സ്ഥലങ്ങൾ ബാക്കിയുണ്ടോ? പ്രധാനമന്ത്രി പോയ സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരുമല്ലോ. കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് പോയത്, ആരെയൊക്കെയാണ് കണ്ടത്, എന്തിനാണ് പോയത് എന്നുള്ളത് വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് കെട്ടിയെടുത്ത് പോയത് എങ്ങോട്ടാണ്, എന്തിനാണ്, ആരെയാണ് കണ്ടതെന്ന് ദൈവം തമ്പുരാന് പോലും അറിയാവോ? ഇല്ലല്ലോ. അല്ല, അത് അവകാശമില്ലല്ലോ അല്ലേ? അങ്ങനെ ഒരു ജനപ്രതിനിധി, ഒരു മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യാനുള്ള അവകാശം ഇല്ലല്ലോ. അപ്പോൾ പ്രധാനമന്ത്രിക്ക് മാത്രമേ അങ്ങനെ ഒരു അവകാശം പാടുള്ളൂ എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, പ്രധാനമന്ത്രി പോയിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി എന്തിനു പോയി, എവിടെ പോയി, ആരെ കണ്ടു, എവിടെയൊക്കെ, എപ്പോഴൊക്കെ, എങ്ങനെയൊക്കെ, അത് മുഴുവൻ വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുണ്ട്. ഇപ്പൊ പ്രധാനമന്ത്രി
ഓരോ നിമിഷം ഇതാ ഇവിടെ പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇല്ലാത്തൊരു കാര്യം, ഈ 45 മണിക്കൂർ ഇന്നലെ മുതൽ തുടങ്ങി നാളെ വൈകുന്നേരം വരെയുള്ള 45 മണിക്കൂർ നേരം അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൃത്യമായ ഉത്തരം ഇല്ലാത്തത്. അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കൂടുതൽ അദ്ദേഹത്തിന് ആ ഒരു ഊർജം ലഭിക്കാനും ആ സ്വയം റീചാർജ് ചെയ്യാനും കൂടുതൽ ഊർജ്ജസ്വലമായി പുറത്തു വരാനും വേണ്ടി തന്നെയാണ് പോയിരിക്കുന്നത്. അദ്ദേഹം ദിവസം 4-5 മണിക്കൂർ ഉറങ്ങാറുണ്ട്. ആ 5 മണിക്കൂർ അദ്ദേഹം ഈ രാജ്യത്തിൽ എന്ത് സേവനമാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുമല്ലോ. ശരി മനുഷ്യന് അപ്പോ അദ്ദേഹം ഉറങ്ങുന്നത് പോലെ 4-5 മണിക്കൂർ ഉറങ്ങാറുണ്ടല്ലോ എല്ലാ ദിവസവും, അതുപോലെ ഇപ്പൊ ഒരു 45 മണിക്കൂർ ഒരുമിച്ച് അങ്ങ് ഉറങ്ങുന്നു എന്ന് കണ്ടാൽ മതി എന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. ശരി, ഞാൻ തിരിച്ചു വരാം. താങ്കളിലേക്ക് വരാം. ഡോക്ടർ വി ശിവദാസൻ, ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ സ്വയം റീചാർജ് ചെയ്യാനും സ്വയം ഊർജം ഉണ്ടാക്കാനും 45 മണിക്കൂർ വിവേകാനന്ദ പാറയിൽ പോയി ഇരിക്കുന്നതിനെ വ്യക്തിപരമായി എതിർക്കാനില്ലെങ്കിലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇപ്പോൾ ഈ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണോ? അതിനകത്ത് എന്താണ് രാജ്യത്തിന് കിട്ടേണ്ട ഉത്തരം? ലാൽ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാർട്ടൂൺ എനിക്കൊരു സുഹൃത്ത് അയച്ചു തരികയുണ്ടായി. കാർട്ടൂണിൽ 1892 സ്വാമി വിവേകാനന്ദൻ, 2024 സ്വാമി വിവേക ശൂന്യൻ എന്നായിരുന്നു ആ കാർട്ടൂണിലെ അടിക്കുറിപ്പ്. വിവേകാനന്ദൻ തനിക്ക് ഭിക്ഷയായി കിട്ടിയ റൊട്ടി അതിൻ്റെ കടുപ്പം കൊണ്ട് തനിക്ക് കടിച്ചപ്പോൾ മോണയിൽ നിന്ന് ചോര വന്നിരുന്നു എന്ന് എഴുതിയ ഒരു സന്യാസിയാണ് അദ്ദേഹം. മുഹമ്മദീയരുടെ ഭരണത്തെക്കുറിച്ച് വിലയിരുത്തിയിട്ടുള്ളത് ആ ഭരണമാണ്. ആ വാചകം തന്നെ ഞാനൊന്ന് വായിക്കാം. ഇന്ത്യയിലെ പാവപ്പെട്ട മർദ്ദിതരായ ജനങ്ങൾക്ക് ഒരു മുക്തിയുടെ മാർഗമായി മാറിയത് മുഹമ്മദീയരുടെ ഭരണമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ. മനുഷ്യസ്നേഹത്തിൻ്റെ മഹത്തായ സന്ദേശങ്ങൾ ഈ രാജ്യത്ത് നൽകിയിട്ടുള്ള, അന്യമതത്തോട് വിദ്വേഷം പുലർത്തുന്നവർക്ക്, തൻ്റെ മതം മാത്രമാണ് ശരിയെന്ന് പറയുന്നവർക്ക് സ്നേഹത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാനാവില്ല എന്ന് ഓർമ്മപ്പെടുത്തിയ മനുഷ്യനാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രസംഗങ്ങളിൽ വിദ്വേഷത്തിൻ്റെ വിഷം വിളമ്പിക്കൊണ്ടേയിരുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് വിവേകാനന്ദൻ്റെ പേരുച്ചരിക്കാനുള്ള അവകാശം പോലുമില്ല. ആ വിവേകാനന്ദ പാറയെ നരേന്ദ്രമോദി അവിടെ എത്തിയതോടുകൂടി അതിൻ്റെ വിവേകാനന്ദൻ്റെ സന്ദേശത്തെ തന്നെ അവഹേളിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. വാക്കുകളിലൂടെ ഗാന്ധിയെ ആക്ഷേപിച്ച ആ നരേന്ദ്രമോദി പ്രവൃത്തിയിലൂടെ വിവേകാനന്ദനെ അവഹേളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നരേന്ദ്രമോദി ധ്യാനത്തിനിരിക്കുന്നതിനെ ന്യായീകരിക്കുന്ന ചിലരോട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയതിനെക്കുറിച്ച് കഥകൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളും അത് ആവർത്തിച്ച് പ്രസംഗിച്ചുകൊണ്ടേയിരുന്ന കുറേ ആളുകളുമുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളും ആ നിലയിലുള്ള ചില പ്രയോഗങ്ങൾ നടത്തുന്നത് കേൾക്കുകയുണ്ടായി. തൻ്റെ കാശ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തനിക്ക് വിദേശത്ത് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കാണാനുള്ള, കുടുംബത്തോടൊപ്പം പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ടതില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്തെന്താ? ഈ രാജ്യത്തിൻ്റെ സ്വത്ത്, ഖജനാവ് കൊള്ളയടിക്കുന്ന നിലയിൽ വിദേശയാത്ര നടത്തുകയായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു കാർണിവൽ കാറ് മുഖ്യമന്ത്രിയുടെ യാത്രക്കായി വാങ്ങിയപ്പോൾ പത്രങ്ങൾ കൊടുത്ത വാർത്ത ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആഡംബരത്തിൻ്റെ കാർണിവൽ എന്ന് വാർത്ത കൊടുത്തവരാണ് കേരളത്തിൽ. എന്നാൽ പ്രധാനമന്ത്രി ബെൻസ് കാറിൽ, വില കൂടിയ ബെൻസ് കാറിൽ അദ്ദേഹം റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് വന്നപ്പോൾ മോദിയുടെ മാസ് എൻട്രി എന്നെഴുതിയവരും പ്രസംഗിച്ചവരുമാണ്. ഇത് രണ്ട് വീക്ഷണമുള്ള പത്രങ്ങൾ, രണ്ട് വീക്ഷണമുള്ള വെച്ചാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്യുന്നതെല്ലാം മോശമാണ് എന്ന് ആവർത്തിച്ച് സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടർ, പ്രധാനമന്ത്രിയെ പുകഴ്ത്തുക എന്ന പണി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂലി എഴുത്തുകാർ, കൂലി പ്രസംഗികരായിട്ടുള്ള ഒരു കൂട്ടർ, ഇത് രണ്ടും നമ്മളെ കൂട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രധാനമന്ത്രിയുടെ ധ്യാനത്തിന് വേണ്ടിയുള്ള ചിലവത്രയാണ് 5000-ഓളം പോലീസുകാരെയാണത്രേ വിന്യസിച്ചിരിക്കുന്നത്. ആ റൊട്ടി തിന്നപ്പോൾ, ഉണങ്ങിയ റൊട്ടി കടിച്ചപ്പോൾ മോണയിൽ നിന്ന് ചോര വന്നു എന്നെഴുതിയ മഹാനായ വിവേകാനന്ദൻ്റെ ആ ഓർമ്മകൾ ഉള്ള ഇടത്തേക്ക് പോകുമ്പോൾ 5000-ഓളം പോലീസുകാർ,
അവർ ചുറ്റിലും ഇരുന്നിട്ട് മോദി ധ്യാനിക്കുകയാണ്. നമ്മുടെ വ്യോമസേനയുടെ ആളുകൾ, നമ്മുടെ നാവികസേനയുടെ ആളുകളും അവരുടെ കപ്പലുകളും അവരുടെ വ്യൂഹവുമൊക്കെ അവിടെ നിൽക്കുന്നു. ആകാശത്തിലൂടെ വ്യോമസേനയുടെ നിരീക്ഷണം, കടലിലൂടെ നാവികസേനയുടെ നിരീക്ഷണം. ഏകദേശം 200-250 കോടി രൂപയാണത്രേ ധ്യാനത്തിന് വേണ്ടി വരാനിരിക്കുന്ന ചിലവെന്ന് പറയുന്നത്. ഒരു ഹെലികോപ്റ്ററിൽ ഡൽഹിയിൽ നിന്നൊരു രോഗിയെ കൊച്ചിയിൽ എത്തിക്കണമെങ്കിൽ വേണ്ടി വരുന്ന ചിലവെത്രയാണെന്ന് നമുക്കറിയാലോ. എത്ര ഹെലികോപ്റ്ററുകളാണ് ഈ പ്രധാനമന്ത്രിക്ക് വേണ്ടി അവിടെ വട്ടമിട്ട് പറക്കുന്നത്, എത്ര കപ്പലുകളാണ്, എത്ര ബോട്ടുകളാണ് ആ വിവേകാനന്ദ പാറയുടെയും പരിസരത്തും ഒക്കെ ആയിട്ട് നിരന്ന് നിൽക്കുന്നത്. അതിനിടയിൽ ഒരു ധ്യാനം. ഫോട്ടോഷൂട്ടുകൾ ഇങ്ങനെ പത്രങ്ങൾക്ക് അയച്ചു കൊടുക്കുകയാണ്. ഫോട്ടോഷൂട്ടുകൾ എടുത്ത് പത്രങ്ങൾക്ക് അയച്ചു കൊടുക്കുന്ന അപൂർവമായ ഒരു ധ്യാനമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 48 മണിക്കൂറുകളാണ്, എത്രയോ സമയമാവട്ടെ ധ്യാനം എന്നുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം, നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസം വിവേകാനന്ദ പാറയിലേക്ക് വന്നിട്ട് ധ്യാനമിരുന്നാൽ വോട്ട് കിട്ടുമോ എന്നുള്ള അന്വേഷണമാണ് നമ്മളവിടെ കണ്ടിട്ടുള്ളത്. ഇവിടെ ധ്യാനമിരുന്ന് വോട്ട് പിടിക്കുന്ന പ്രധാനമന്ത്രിയോട് ഞാൻ പറയുന്നത്, അധികാരത്തിൻ്റെ ആർത്തി മൂത്തിട്ടുള്ള മനുഷ്യർക്ക് മോക്ഷത്തിൻ്റെ ധ്യാനം എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് എന്നുള്ളത് വിവേകാനന്ദ സ്വാമികൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അധികാരത്തിൻ്റെ ആർത്തി പൂണ്ടവർക്ക്, അധികാരാർത്തിയുള്ളവർക്ക് ഒരിക്കലും മോക്ഷത്തിൻ്റെ ധ്യാനത്തിൻ്റെ മാർഗം സാധ്യമല്ലെന്ന് മഹാഭാരതത്തിൽ കൃഷ്ണൻ കൂടി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. അധികാരം പിടിക്കാൻ വേണ്ടി, അതിനുള്ള സന്ദേശം നൽകാൻ വേണ്ടി വിവേകാനന്ദ പാറയിലേക്ക് പോയി വിവേകാനന്ദൻ എന്ന ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരുടെ പുരോഗതിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ ആഹ്വാനം ചെയ്ത മനുഷ്യൻ്റെ സ്മരണകളെ അപമാനിച്ച പ്രധാനമന്ത്രിയോട്, ആ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയത്തോട് ഇന്ത്യയിലെ, ഈ നാട്ടിലെ ജനങ്ങൾ ഒരിക്കലും ക്ഷമിക്കില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം. പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ നടത്തിയ പ്രസംഗവും ഡോക്ടർ ശിവദാസൻ, ഞാൻ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിടയിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും വിവേകാനന്ദ സാഹിത്യവും ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഈ പ്രധാനമന്ത്രിയെ വിശ്വസിക്കുന്ന, പ്രധാനമന്ത്രിക്ക് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ശരി ശിവദാസൻ, ഞാൻ വരാം താങ്കളിലേക്ക്. ഈ റൗണ്ടിൽ തന്നെ ഒരു ഘട്ടം കൂടി വരേണ്ടതുണ്ട്. എനിക്കതിന് മുമ്പ് എൻ ശ്രീകുമാറിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിട്ടാണ് എനിക്ക് അങ്ങോട്ടേക്ക് വരേണ്ടി വരിക. എൻ ശ്രീകുമാർ, നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അതിനെ ധ്യാനം എന്നാണോ പറയേണ്ടത്, അതോ അത് മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള വാക്കുകളാണോ അതിനകത്ത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അതിനെ എങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ ഇന്നലെ തൊട്ട് കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് വിമർശിച്ചൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും ഞാൻ പ്രത്യേകിച്ചൊരു കോണ്ടെക്സ്റ്റ് താങ്കളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നില്ല, താങ്കൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ പോലും നരേന്ദ്രമോദിയെ വിമർശിക്കാൻ കോൺഗ്രസ്സിന് കഴിയുമോ? എങ്ങനെയാണ് ആ വിമർശനം? ഡോക്ടർ ലാൽ, തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ദുരന്തപൂർണമായ ചോദ്യം ഞാൻ താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. നരേന്ദ്രമോദിക്കെതിരെ പ്രസംഗിച്ച് രാപകലില്ലാതെ നടക്കുന്ന ഒരു നേതാവല്ലേ രാഹുൽ ഗാന്ധി? ആ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാക്കളല്ലേ രാജ്യം മുഴുവൻ ഓടി നടക്കുന്നത്? അതിലില്ലാത്തൊരു നേതാവിനെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല. അതൊക്കെ പിന്നെ ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ പറയാം. നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ പോയി ധ്യാനിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമോ അല്ലെങ്കിൽ BJPക്കാർക്ക് എന്തെങ്കിലും ഗുണം കിട്ടാൻ വേണ്ടിയുള്ള ധ്യാനനിരതമായ കടമയോ ഒക്കെ ആയിരിക്കുക. അതവിടെ നിൽക്കട്ടെ. എന്തായാലും സ്വാമി വിവേകാനന്ദൻ്റെ സന്നിധിയിൽ പോയിട്ട് ധ്യാനം വരുന്ന അദ്ദേഹത്തിന് വിവേകമുണ്ടാകുമെങ്കിൽ അത് നല്ല കാര്യമായിട്ട് നമ്മൾ കരുതുകയാണ്. മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് 1982 ആറ്റൻബറോൻ്റെ സിനിമ ഇറങ്ങിയ ശേഷമാണെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ് വിവേകാനന്ദ പാറയിലേക്ക് ധ്യാനമിരിക്കാൻ പോയത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സന്യാസി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ വിശ്വാസി, ഏറ്റവും വലിയ മതവിശ്വാസി, ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവാചകൻ, ഇതെല്ലാം ഉൾക്കൊണ്ട ലളിത ജീവിതം നയിച്ച ഒരു മനുഷ്യനാണ് മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് 1982 ശേഷമാണെന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രിയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല.
അവിടെ ധ്യാനം ഇരിക്കുന്നോ എന്നുള്ളതല്ല വിഷയം. ധ്യാനം എന്ന് പറയുന്നത് ഒരു വിഷയത്തെക്കുറിച്ച് ഏകാഗ്രമായിട്ട് ഇടതടവില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഈശ്വരചിന്തയാകാം, മറ്റേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സച്ചിന്തകളൊക്കെ ആകാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഇങ്ങനെ ധ്യാനം ഇരിക്കാൻ തീരുമാനിച്ച് എന്നൊരു രാഷ്ട്രീയ ചോദ്യം ഇവിടെ ശ്രീ ശിവദാസൻ ഉന്നയിക്കുന്നുണ്ട്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം 400 സീറ്റ് നേടി അധികാരത്തിൽ വരും എന്ന് കരുതിയ ഒരു പാർട്ടിയുടെ പറഞ്ഞ ഒരു പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് ശ്രീ നരേന്ദ്രമോദി. ആ 400 എന്നുള്ളത് കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ രീതിയിൽ അദ്ദേഹം ആ പ്രചരണത്തിൻ്റെ ഓരോരോ രീതികൾ മാറ്റിമറിച്ചു. അത് അവസാനം ഏത് തലത്തിലേക്ക് എത്തിയെന്ന് നമ്മൾ കണ്ടു. ഡോക്ടർ മൻമോഹൻ സിംഗ്, ഏറ്റവും ശാന്തശീലനായ രാഷ്ട്രീയ പ്രവർത്തകരെ അല്ല അദ്ദേഹം, ഒരു ധനകാര്യ വിദഗ്ധനായ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഇന്നത്തെ ഒരു പ്രസ്താവനയുണ്ട് ശ്രീ മോദിയെക്കുറിച്ച്. അപ്പോൾ അത് നരേന്ദ്രമോദിയെക്കുറിച്ച് മൻമോഹൻ സിംഗ് അടക്കം ഇങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്നും നമ്മൾ ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ BJPയുടെ അധികാര കൊതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ അധികാരം നിലനിർത്താൻ വേണ്ടി ഏത് രീതിയിലുള്ള മാർഗവും അവലംബിക്കുന്നവരാണ്. അപ്പോൾ ധ്യാനമിരിക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്ത് അടിസ്ഥാനത്തിലായാൽ തന്നെ ഇവിടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റുകളെ ഏത് രീതിയിലാണോ മറിച്ചിട്ട് അത് BJPയുടെ കയ്യിൽ എത്തിച്ചത്, ആ നിലയിലുള്ള ഒരു ചിന്തയാണ് നമ്മുടെ BJPയുടെ നേതാക്കൾക്കൊക്കെ ഉള്ളത്. അതിൽ നിന്നും പ്രധാനമന്ത്രിയും വ്യത്യസ്തനല്ല. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം ധ്യാനം ഇരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമായിട്ട് വിടുകയാണ്. കാരണം ധ്യാനം ഇരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിക്ക് കോട്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല അതിന് മുമ്പ് തന്നെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ് അത് അങ്ങനെ ഒരു ആയുധം ഇന്ത്യ മുന്നണിക്ക് കൊടുത്തതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ മഹാത്മാഗാന്ധി ഒരു ചർച്ചാ വിഷയമായി. മഹാത്മാഗാന്ധിയെ അപമാനിച്ച ഒരു പാർട്ടിക്ക് എന്തിനു വോട്ട് ചെയ്യണമെന്ന് ബാക്കിയുള്ള 10-50 മണ്ഡലത്തിലെ വോട്ടർമാർ ചിന്തിച്ചാൽ ആ ചിന്തയായിരിക്കും ഏറ്റവും വലിയ ധ്യാനമെന്ന് ഞാൻ കരുതുന്നു. കാരണം ജനങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ ധ്യാനത്തിലാണ്. ആ ധ്യാനം നിശബ്ദതയാണ്. അങ്ങനെ നിശബ്ദമായ ധ്യാനത്തിലൂടെ അവർ പോളിംഗ് ബൂത്തിലെത്തി അവരുടെ കടമ നിർവഹിച്ചു. അങ്ങനെ കടമ നിർവഹിച്ച അവർ ആ ധ്യാനത്തിൽ നിന്നും ഉണരുമ്പോൾ രാജ്യം വീണ്ടും പ്രഭാതത്തിലേക്ക് എത്തും. ആ വീണ്ടും പ്രഭാതത്തിലേക്ക് ഇന്ത്യ എത്തുന്നത് കാണാനുള്ള ധ്യാനത്തിലായിരുന്നു ഇന്ത്യയിലത്തെ കോടിക്കണക്കിന് വോട്ടർമാർ. അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ എന്ന വ്യക്തിയുടെ ധ്യാനം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് വിടാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവരുടെ മനസ്സിൽ ധ്യാനമുണ്ട്. ധ്യാനം എന്ന് വെച്ചാൽ എന്താണ്? ഒരു കാര്യത്തെക്കുറിച്ച് നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ധ്യാനം. അവരുടെ മനസ്സിൽ ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, BJP ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക. ആ ധ്യാനം അതാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ധ്യാനം. അതിന് ഭംഗം വരുത്തിയിട്ടില്ല. ആ ധ്യാനത്തെ ഒരു തരത്തിലുള്ള ഭംഗം വരുത്താതെയാണ് കോൺഗ്രസ് ആണെങ്കിലും ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികളാണെങ്കിലും ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു തരത്തിലുള്ള വിദ്വേഷവും ഇന്ത്യ മുന്നണി നേതാക്കൾ പറഞ്ഞിട്ടില്ല. ഒരു തരത്തിലുള്ള വിഭാഗീയതയും ഇന്ത്യ മുന്നണി നേതാക്കൾ പറഞ്ഞിട്ടില്ല. വിഭാഗീയത ഉണ്ടായപ്പോഴൊക്കെ അവരുടെ അചഞ്ചലമായ നേതൃത്വം അത് വേറൊരു രീതിയിലേക്ക് തിരിച്ചു വിടാതിരിക്കാനും ശ്രദ്ധിച്ചു. BJP ഉണ്ടാക്കിയ, പ്രധാനമന്ത്രി ഉണ്ടാക്കിയ ഒരു അജണ്ടയ്ക്ക് പിന്നാലെ ഇന്ത്യ മുന്നണിയോ കോൺഗ്രസോ പോയില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സവിശേഷമായ കാര്യം. അതിൻ്റെ ഫലം ജൂൺ 4 വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് വരും. അതുവരെ ഈ ധ്യാനത്തെ പ്രധാനമന്ത്രിയുടെ ഒരു സ്വന്തം അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമുള്ള ധ്യാനമായിട്ട് മാത്രം വിടുക. അതുകൊണ്ട് എന്തായാലും ഇന്ത്യ മുന്നണിക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. ശരി, ആ ചോദ്യത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഉപചോദ്യം ഞാൻ അവിടെ റിസർവ് ചെയ്യുന്നു. നേരത്തെ ഡോക്ടർ ശിവദാസനോട് അതിന് താങ്കൾ അത് മറുപടി പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇരുന്നത് ആ ചോദ്യം കൂടി ചോദിച്ചിട്ടായിരുന്നു. പക്ഷേ സമയം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് അത് മാറ്റി വെക്കാം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. താങ്കൾക്കത് മനസ്സിലായിട്ടും ഉണ്ടാകും ഏത് ഭാഗമാണ് എന്നുള്ളത്. അഡ്വക്കേറ്റ് N. ലാൽകുമാർ ഇപ്പോൾ കേട്ടല്ലോ, ഷാബു പ്രസാദ് തുടക്കത്തിൽ ധ്യാനത്തെ ന്യായീകരിച്ച് പറഞ്ഞത് മുതൽ അതിനുവേണ്ടി അദ്ദേഹം K. കരുണാകരൻ്റെ ഗുരുവായൂർ സന്ദർശനം വരെ ഉപയോഗിച്ചത് കൂടി ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഡോക്ടർ ശിവദാസനും N. ശ്രീകുമാറും പറഞ്ഞതും കൂടി കേട്ടത്. താങ്കൾ എങ്ങനെയാണ് ഈ പ്രധാനമന്ത്രിയുടെ ധ്യാനത്തെ നിരീക്ഷിക്കുന്നത്? ഇവിടെ ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടാണോ എന്നുള്ളതാണ്
ആദ്യം ഡോക്ടർ ലാൽ ഉയർത്തിയ ചോദ്യം, ഇത് പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമല്ല, ഇതിനെ പറ്റിപ്ലിക്കേഷൻ എന്ന് നമുക്ക് വേണേൽ വിളിക്കാം, അല്ല ഉഡായിപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിലും വിളിക്കാം. കാര്യം അതാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങളുടെ വിഷ്വൽസ് നോക്കൂ. ഞാനത് വളരെ കെയർഫുള്ളി നോക്കുമായിരുന്നു നിങ്ങളുടെ വിഷ്വൽസ്. ഒരു മെഡിറ്റേറ്റിംഗ് ആൾക്ക് കിട്ടേണ്ട കമ്പോഷർ അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളത് ചോദ്യം. അത് വലിയൊരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും നോക്കുക, അദ്ദേഹത്തിൻ്റെ വിഷ്വൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് ക്യാമറ കൊണ്ടുപോയിട്ട് പുറകോട്ട് വരുന്ന സീനുകൾ നിങ്ങൾക്ക് കാണാം. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫേസ് വളരെ ക്ലോസ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം അവിടെ ഈ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തെല്ലാം ക്യാമറമാന്മാർ ഇരിക്കുക എന്നാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്ന ആസ്പെക്റ്റ് വിവേകാനന്ദപ്പാറെ പോയി തന്നെ തപസ്സിരിക്കുന്നത് അദ്ദേഹം അവിടെ സമാധാനമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കാനൊക്കെ ആയിരിക്കും. അതിന് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ താടി രോമങ്ങൾ വരെ കാണാവുന്ന രീതിയിൽ ആണ് ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തു വരുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അല്ല എന്ന് പറയൂ. ഈ പറയുന്ന ഒരു മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സന്യാസിയുടെ മനസ്സുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹമെന്ന് ഈ രാജ്യത്തോട് വിളിച്ചു പറയാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എൻ്റെ അറിവിൽ ഇങ്ങനെ ആരും മെഡിറ്റേറ്റ് ചെയ്യാൻ പോകത്തില്ല. അദ്ദേഹം കയ്യിൽ രുദ്രാക്ഷം പിടിച്ചിരിക്കുന്നു, അതിൻ്റെ ക്യാമറ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകെ ക്യാമറ, മുന്നിൽ ക്യാമറ, ഈ ലോകത്തുള്ളിടത്തെല്ലാം ക്യാമറ, എന്നിട്ട് ഇതിന് പേര് മെഡിറ്റേഷൻ എന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പറ്റിപ്ലിക്കേഷനാണ്, അല്ല ഉഡായിപ്ലിക്കേഷനാണ്. ആ വാക്കിൽ നിന്ന് ഒരു കാരണവശാലും പുറകോട്ട് പോകേണ്ട കാര്യമില്ല. അദ്ദേഹം നടത്തിയിരിക്കുന്നത് മൊത്തം കാര്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് കാലത്തും അദ്ദേഹം ഈ പറയുന്ന ഏതോ ഒരു സ്ഥലത്ത് പോയി മെഡിറ്റേറ്റ് ചെയ്യുന്നത് കണ്ടു. 2014 അദ്ദേഹത്തിന് പോകണ്ടായിരുന്നു. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. 2014 അദ്ദേഹം ഈ പറയുന്ന പോലെ മെഡിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് പോകുന്നതിൻ്റെ ഒരു വിഷ്വൽസ് ഒന്നും നമുക്ക് കണ്ടിട്ടില്ല. അതിനു മുമ്പ് പല പ്രാവശ്യം അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം അന്നും ഈ പറയുന്ന ധ്യാനത്തിലേക്ക് ആണ്ടുപോകുന്ന ഒരു ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം യഥാർത്ഥത്തിൽ അദ്ദേഹം നേരിടുന്ന അദ്ദേഹം ഓരോ പ്രാവശ്യവും കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു മെസ്സേജുണ്ട്. 2014 അദ്ദേഹം കോൺഗ്രസ് വിരുദ്ധത രാജ്യത്ത് വളരെയധികം നിന്ന സമയത്ത് ഞാനൊരു ഡെവലപ്മെൻറ്റിൻ്റെ ആളാണ് എന്ന് പറയാൻ അദ്ദേഹം ശ്രമിച്ചു. അന്ന് ഈ അമ്പലത്തിലും പള്ളിയിലൊന്നും പോകുകയല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. 2019 ആയപ്പോഴത്തേന് പ്രശ്നം എന്താ? വികസനം 5 വർഷം കൊണ്ട് ഒന്നും നടന്നില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. പിന്നുള്ളത് വർഗീയതയാണ്. അതിൻ്റെ അടുത്ത് പുൽവാമ വരിഞ്ഞ് കിട്ടി, അത് വേറെ വിഷയം. അപ്പോൾ വർഗീയത ബംഗാൾ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യവും പോയത്. അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യം നിൽക്കുന്നത്. ബംഗാളിൽ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു റിഫ്റ്റിനെ ഏറ്റവും കൂടുതൽ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പോയത്. അവർക്ക് 18 സീറ്റ് വരെ കിട്ടുകയും ചെയ്തു. അപ്പം അവിടെ വർഗീയതയാക്കി മാറ്റുന്ന, മുസ്ലിം ഹിന്ദു പ്രശ്നമാക്കി മാറ്റുന്നതിലുള്ള BJPയുടെ റോൾ ഒട്ടും ചെറുതല്ല. ഇത് അങ്ങനെ തന്നെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അത് നമ്മളൊരല്പം വലിഞ്ഞു നിന്ന് പറയുന്നു. ഷാബു പ്രസാദ് പറഞ്ഞത് റീചാർജ് ചെയ്യാൻ പോയതാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു പരാമർശം നടത്തേണ്ട. റീചാർജ് എന്നുള്ള പ്രയോഗം അത് എങ്ങനെ അത് നേരെയാകുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഇവിടെ 10 വർഷം പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഉണ്ട്. മൻമോഹൻ സിംഗിനെ ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. പണ്ഡിറ്റ് നെഹ്റു ഒരുപാട് വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അതവരൊന്നും റീചാർജ് ചെയ്യാൻ പോകുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന ഈ 48 മണിക്കൂറോ അല്ലെങ്കിൽ 45 മണിക്കൂറോ ധ്യാനം ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ 24 മണിക്കൂർ ഷൂട്ടിംഗ് നടക്കുന്നു എന്നുള്ള കാര്യം ഒരു വലിയ പ്രശ്നമാണ്. അപ്പം ഇത് യഥാർത്ഥത്തിൽ വോട്ടിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ വോട്ടിലേക്ക് പോവുക. അദ്ദേഹത്തിന് ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളായിട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഹിന്ദു സൊസൈറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റി അപ്പീസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. അതിനകത്ത് ഒരു സംശയവും എനിക്കില്ല. കാരണം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ ഹിന്ദു കമ്മ്യൂണിറ്റിയെ ഹിന്ദുത്വ രാഷ്ട്രീയം വെച്ച് അപ്പീസ് ചെയ്യാൻ ശ്രമിച്ചത്. നിങ്ങൾ നോക്കൂ, അദ്ദേഹം എടുത്ത വിഷയങ്ങൾ നോക്കൂ. അദ്ദേഹം ഈ പ്രാവശ്യം എടുത്ത CAA വിഷയം എടുത്തിട്ടു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ബാബറിയുടെ പൂട്ടിടുമെന്ന് പറയുന്നു. എന്തിനാ ഇതൊക്കെ പറയുന്നത്? സുപ്രീം കോടതി പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു പള്ളി പണിഞ്ഞു, കോൺഗ്രസ് അത് പൂട്ടിക്കും അല്ലെങ്കിൽ ബുൾഡോസ് ചെയ്ത് കളയുമെന്ന് പറയേണ്ട കാര്യം എന്താ? ഇതൊക്കെ മതവികാരം അഴിച്ചുവിടാൻ വേണ്ടിയിട്ടാണ്. ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കും. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞ വിഷയങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഓരോന്നെടുത്ത് ചർച്ച ചെയ്യാം. അദ്ദേഹം പറഞ്ഞത് മൊത്തം ഇതുപോലത്തെ കാര്യങ്ങളാണ്. അതുകൂടാതെ ഒരു കാര്യം കൂടെ, ഇപ്പം മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞല്ലോ. മഹാത്മാഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പണ്ടൊരിക്കൽ അദ്ദേഹത്തിൻ്റെ ടെലിപ്രോംപ്റ്റർ ഓഫായി പോയപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്നാണ് പറഞ്ഞത്. എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മോഹൻലാൽ കരംചന്ദ് ഗാന്ധി ആക്കിയ പ്രധാനമന്ത്രിക്ക് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. അദ്ദേഹം ഈ പറയുന്ന പോലെ ആറ്റം ബ്രോയുടെ സിനിമ കണ്ടപ്പോഴാണ് കാര്യം അറിഞ്ഞതെന്ന്. യഥാർത്ഥത്തിൽ ഇങ്ങനെ
ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നത് ഗാന്ധിയുടെ ഒരു വലിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്നതാണ്. ഗാന്ധിയൻ പൊളിറ്റിക്സിനോട് നമുക്ക് പലപ്പോഴും നമ്മൾ ബലം പിടിച്ചിട്ടുണ്ട്, അല്ലെ മസിൽ പിടിച്ചിട്ടുണ്ട്. വി ഹാവ് റിസൾട്ട് വിത്ത് ഇറ്റ്. ആ ഗാന്ധിയൻ ആദർശങ്ങളോട് എതിർപ്പുള്ളപ്പോഴും ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഡിസ്കാർഡ് ചെയ്തിട്ടില്ല. ആ മനുഷ്യൻ ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ച ഒരു സന്യാസിയെ പോലെ ജീവിച്ച മനുഷ്യനാണ്, അല്ലേ? അദ്ദേഹം ഓരോ സ്ഥലങ്ങളിലേക്കും പോകുമ്പം, ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പം എന്തായിരുന്നു ആ സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ളത്, എന്തൊരു മനുഷ്യനായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. വേൾഡ് ഹിസ്റ്റോറിക്കൽ ഫിഗർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ചരിത്രം എടുത്താൽ ആ ചരിത്രം ഒരാളിൽ വന്ന് അവസാനിക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ചരിത്രമായി മാറുന്നു. നമ്മൾ ഗാന്ധിയെ പറഞ്ഞതാണ്, അത്രയും നാൾ ഒരു രാജ്യത്തിൻ്റെ ചരിത്രം ഒന്നാണെങ്കിൽ ഗാന്ധിക്ക് ശേഷം മറ്റൊരു ചരിത്രമായി മാറുന്നു. അങ്ങനെയാണ് നമ്മൾ വേൾഡ് ഹിസ്റ്റോറിക്കൽ ഫിഗർ എന്നുള്ള ഒരിത് വരുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരാളെ, അങ്ങനെ എത്രയോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് എത്രയോ മുമ്പ് ആളായ ഒരാളെ പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം കണ്ട ഒരു സിനിമയിൽ നിന്നാണെന്നൊക്കെ പറയുന്ന പ്രധാനമന്ത്രിക്ക് അത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടില്ല. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഒരുപക്ഷെ അങ്ങനെ മഹാത്മാഗാന്ധിയെ അറിയാത്ത ആളുകൾ ഉണ്ടായിരുന്നിരിക്കണം, ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ. മഹാത്മാഗാന്ധിയെ റിച്ചാർഡ് ആറ്റൻബറോ അവതരിപ്പിച്ചപ്പോൾ മാത്രം ഈ ലോകത്ത് മനസ്സിലാക്കിയ ആളുകളുണ്ട്. ഒരുപക്ഷെ ഗോഡ്സെ ഈ സിനിമ 48-ന് മുമ്പ് ഇറങ്ങിയിരുന്നുവെങ്കിൽ, അദ്ദേഹം കണ്ടിരുന്നുവെങ്കിൽ ഗാന്ധിയെ അദ്ദേഹം കുറച്ചുകൂടി മനസ്സിലാക്കിയിരുന്നതിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർ കാണേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കാം ചിലപ്പോൾ മോദി ഉദ്ദേശിച്ചത്. ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു പേജ് നരേന്ദ്രമോദിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി ഈ രൂപത്തിലാകത്തില്ല. അപ്പം നരേന്ദ്രമോദിക്ക് മഹാത്മയെ അറിയാമോ എന്ന് ചോദിച്ചാൽ മഹാത്മയെ അറിയത്തേ ഇല്ല. ചുമ്മാതെ മഹാത്മാഗാന്ധിയെ ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. മഹാത്മാഗാന്ധിയെ അറിയാവുന്ന ഒരാൾക്ക് എങ്ങനെ RSSകാരനാകാൻ പറ്റും? നിങ്ങൾ ആദ്യം പറയാത്. മഹാത്മജി അറിയാവുന്ന ഒരാൾക്ക് മഹാത്മജി അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ല, അല്ലെ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലോ മഹാത്മജി അറിയാന്ന് പറഞ്ഞാൽ. മഹാത്മജിയുടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിന്റെ പിത്ത് ആൻഡ് സബ്സ്റ്റൻസ്, ഗാന്ധിയുടെ ഐഡിയാസ് അറിയാവുന്ന ആളായിരിക്കണം, ഗാന്ധിയുടെ ഫിലോസഫി അറിയാവുന്ന ആൾ. ഞാൻ വരാം അഡ്വക്കേറ്റ് ലാൽകുമാർ, എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ താങ്കളിൽ നിന്ന് കിട്ടാനുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടെ എനിക്കൊന്ന് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് എൻ ശ്രീകുമാറിലേക്ക് ഒന്ന് പോവുകയാണ്. എൻ ശ്രീകുമാർ, ഇപ്പോൾ ഒരു കാര്യം കൂടി താങ്കളോട് ചോദിക്കാനുണ്ടായിരുന്നത്, എങ്ങനെയാണ് കോൺഗ്രസ് ഈ കാര്യത്തെ വ്യക്തിനിഷ്ഠമായി, ധ്യാനത്തെ നരേന്ദ്രമോദിയുടെ ഒരു പേഴ്സണൽ കാര്യമായി മാത്രം കണ്ടുകൊണ്ട് അതിനെ വിട്ടുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് മാത്രം ചർച്ച കൊണ്ടുവരുന്നത് എന്നുള്ളതിന് ഒരു വിമർശനം വരാൻ സാധ്യതയുള്ളത് കോൺഗ്രസ് ഇതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ളിടത്താണ്. എന്നെ താങ്കൾ സംശയിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഈ അവസാന ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം വളരെ ദുരന്തപൂർണ്ണമായ ഒരു ചോദ്യമാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് എന്ന് താങ്കൾ ചോദിച്ചിട്ട് കാര്യമില്ല. ഈ ദിവസം ധ്യാനം പോലെ മറ്റൊരു വാക്ക് കൂടി ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്നുണ്ട്. അത് യാഗമാണ്. കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഒരു ഉപമുഖ്യമന്ത്രി ഇന്ന് പറയുന്നത് തന്നെയും മുഖ്യമന്ത്രിയെയും സിദ്ധരാമയ്യയെയും തകർക്കാൻ ശത്രു ഭൈരവി യാഗം നടത്തി ചിലർ, എനിക്കറിയാം എന്നാണ്. ആ അറിയാമെന്ന് പറയുന്ന ആളുകൾ ശത്രുക്കളാണെങ്കിൽ, BJP ആണെങ്കിൽ തുറന്നു പറയാൻ മടിക്കേണ്ടതില്ല. DK ശിവകുമാർ, അവരെ തകർക്കാനുള്ള ഒരു നല്ല അവസരം കൂടിയാണല്ലോ. അപ്പോൾ പാളയത്തിൽ തന്നെയാണോ ശത്രു എന്നുകൂടി തോന്നിപ്പിക്കുന്ന രീതിയിൽ ശത്രു ഭൈരവി യാഗത്തെക്കുറിച്ച് DK ശിവകുമാർ പറയുമ്പോൾ ധ്യാനവും യാഗവും ചർച്ച ചെയ്യപ്പെടുന്ന ഈ രാജ്യം ഈ നിമിഷത്തിൽ എങ്ങനെയാണ് വിശദീകരിക്കപ്പെടേണ്ടത്? എൻ ശ്രീകുമാർ. നോക്കൂ ശ്രീ ലാൽ, ശ്രീ DK ശിവകുമാർ കർണാടക ഉപമുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇന്ന് കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ നടന്ന ഒരു ശത്രു സംഹാര പൂജയെക്കുറിച്ച് കർണാടകത്തിലെ വാർത്താലേഖകരോട് സംസാരിച്ചു. നടന്നു എന്ന് താങ്കൾ പറയുന്നത് ഏത് അർത്ഥത്തിലാണ് എനിക്കറിയില്ല. നടന്നിട്ടുണ്ട് എന്ന് ഇപ്പോഴും വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല. അല്ല, നടന്നു എന്ന് ശിവകുമാർ ഉദ്ദേശിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ ഏത് വാചകത്തിൻ്റെ രീതിയിലാണ് വന്നതെന്ന് വെച്ചാൽ അത് മാറ്റിയെടുത്തോ. കാരണം വെച്ചാൽ നടന്നിട്ടില്ല എന്നോ നടന്നോ എന്നോ നമുക്കറിയില്ല. എന്തായാലും DK ശിവകുമാർ, കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ
കണ്ണൂരിലെ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലത്ത് ഒരു ശത്രു സംഹാര യാഗം നടന്നു എന്ന് കർണാടകത്തിലെ വാർത്താലേഖകരോട് പറഞ്ഞു. അതിൽ അദ്ദേഹം പറഞ്ഞത് എന്നെയും മുഖ്യമന്ത്രിയെയും പുറത്താക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നതെന്നാണ്. അത് ആ രീതിയിൽ അദ്ദേഹം ഒരു വിശ്വാസിയാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് ആ വിശ്വാസത്തിൻ്റെ രീതിയിൽ അത് നിൽക്കട്ടെ. പക്ഷേ കേരളത്തിൽ, നമ്മുടെ ഈ നവോത്ഥാന കേരളത്തിൽ, നവകേരളത്തിൽ ഇത് വലിയ ചിന്താവിഷയമായിട്ട് നമുക്ക് മാറ്റണം ഡോക്ടർ ലാലേ. അതെ, അതുകൊണ്ടാണ് എല്ലാവരും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇത് എടുത്തതും ഇന്ന് പല രീതിയിൽ അത് അന്വേഷണം നടത്തിയതും. മാധ്യമപ്രവർത്തകർ സാധാരണ ഇത്തരം റിസർച്ചുകളൊന്നും നടത്താറില്ല ഈ ഇടയായിട്ട് എന്ന് നമുക്കറിയാം. ഞാനും താങ്കളും ഒക്കെ അത് നല്ലോണം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ റിസർച്ചൊന്നും ഇല്ലാതെ അങ്ങ് പോലാണ് പരിപാടി. പക്ഷേ ഈ വിഷയത്തിൽ നല്ലവണ്ണം ഒന്ന് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്, കിട്ടിയ തെളിവുകൾ വെച്ചിട്ട്, കിട്ടിയ സോഴ്സുകളിൽ നിന്നുള്ള അറിവുകൾ വെച്ചിട്ട് ഇങ്ങനൊരു യാഗം കേരളത്തിൽ നടന്നിട്ടില്ല, ഒരു ബലി ഇവിടെ നടന്നിട്ടില്ല. അത് പ്രത്യേകിച്ച് ഈ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്തൊന്നും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ സിദ്ധരാമയ്യക്കെതിരെയും എനിക്കെതിരെയും എന്ന് പറയുമ്പോൾ, ഞാൻ ഉപമുഖ്യമന്ത്രി ആകാതിരിക്കാൻ, എൻ്റെ മുഖ്യമന്ത്രി അല്ലാതായി മാറാൻ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അവരെ എനിക്കറിയാം എന്ന് അദ്ദേഹം പറയുന്നതിനകത്ത് അത്ര നിഷ്കളങ്കമാണോ കാര്യങ്ങൾ? അത് ഭ്രാന്താണ് എന്നാണ് ഗോവിന്ദ മാഷ് എന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുകയാണ്. എനിക്കും എൻ്റെ മുഖ്യമന്ത്രിക്കും സർക്കാരിനെ തട്ടിയിടാൻ വേണ്ടിയുള്ള ഒരു ശത്രു സംഹാര പൂജ എന്നാണ് ശ്രീ DK ശിവകുമാർ പറഞ്ഞത്. അത് നടന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലുള്ള കേരളത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ മുന്നണിയിൽ കർണാടകത്തിലെ BJP മുന്നണിയിലുള്ള ജനതാദൾ എസും കൂടെ ഉണ്ടെന്നുള്ളത് നമ്മൾ വിസ്മരിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഇക്കാര്യം ഗൗരവത്തിലെടുത്ത്, അതായത് കമ്മ്യൂണിസ്റ്റുകളാണ് ഭരിക്കുന്നത്, ഇവിടെ നമ്മൾ ആഭിചാരക്രിയയോ അതുപോലെ ദുരാചാരമൊന്നും നടക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ 1-2 വർഷം മുമ്പ് നമ്മൾ ഇവിടെ നരബലിയെക്കുറിച്ച് വരെ നമ്മൾ കേട്ടതാണ്. ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല, അത് കേട്ടതൊന്നുമല്ല, കേട്ട കാര്യങ്ങളൊക്കെ തെളിയിക്കപ്പെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. കൃത്യമായി അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ. ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒഴിഞ്ഞ് പറഞ്ഞു പോകാനൊന്നും പറ്റില്ല. ഇപ്പോൾ വൈകുന്നേരം DK ശിവകുമാറിൽ നിന്ന് വരുന്ന ചില പ്രതികരണങ്ങൾ കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നുണ്ട്. അത് അദ്ദേഹത്തെ വളച്ചൊടിച്ചതാണ് എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. സ്ഥിരം ഇത്തരം KPCC കഴിഞ്ഞാൽ നടക്കുന്ന പ്രതികരണങ്ങൾ പോലെയൊക്കെ ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ശത്രുക്കളാണെങ്കിൽ ആ ശത്രുവിൻ്റെ പേര് പറയാൻ DK ശിവകുമാർ എന്തിനും മടിക്കണം? അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൃത്യമായി അദ്ദേഹത്തെ അറിയിച്ച ആളുകൾ കൊടുത്ത വിവരം എന്തുകൊണ്ട് ഇന്ന സ്ഥലത്താണ് ഇത് നടന്നതെന്ന് അദ്ദേഹം പറയാതിരിക്കണം. അവിടെയൊക്കെ കോൺഗ്രസിന് എന്താണ് മറയ്ക്കാനുള്ളത്? ആരെ രക്ഷിക്കാനാണിത്? DK ശിവകുമാർ വൈകുന്നേരം മലക്കം മറിഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞത്, രാവിലെ അദ്ദേഹം പറഞ്ഞു രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തെന്ന് പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ നമ്മുടെ കേരളത്തിലെ CPM-ൻ്റെ സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞു രാജരാജേശ്വര ക്ഷേത്രത്തിൽ അങ്ങനെയൊന്നും നടക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാജരാജേശ്വര ക്ഷേത്രം എന്നല്ല പറഞ്ഞത്, അതിൻ്റെ 15 കിലോമീറ്റർ ചുറ്റളവ് എന്നാണ് പറഞ്ഞതെന്ന് ഒന്നൊരു വിശദീകരണമാണ് DK ശിവകുമാർ വൈകുന്നേരം നൽകിയത്. അദ്ദേഹം അതിൽ നിന്ന് പിന്നാക്കം പോയിട്ടില്ല. ഇല്ല, അദ്ദേഹത്തിന് 15 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് നിർത്തണോ? എവിടെയാണെന്ന് പറയാൻ എന്താണ് ബുദ്ധിമുട്ട്? പോലീസിനെ സഹായിക്കാനായി അദ്ദേഹത്തിന് വിവരം കൊടുത്ത ആളുകൾ കൊടുത്ത കൃത്യമായ വിവരങ്ങൾ അറിയിച്ചുകൂടെ? കൂടുതൽ എളുപ്പമല്ലേ കാര്യങ്ങൾ? പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് അദ്ദേഹം വൈകുന്നേരം വിശദീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ അങ്ങനെയൊന്നും നടന്നില്ലെന്ന് കേരള പോലീസ് റിപ്പോർട്ട് കൊടുത്തു എന്നാണ് വാർത്താ ചാനലുകൾ കാണിച്ചത്. അപ്പോൾ 3-4 മണിക്കൂർ കൊണ്ട് അന്വേഷണം നടത്തിയെന്നാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. കർണാടകത്തിലെ ഒരു ഉപമുഖ്യമന്ത്രി പറയുന്നതിനേക്കാൾ ഇവിടുത്തെ പോലീസിനായിരിക്കുമല്ലോ കൂടുതൽ കാര്യങ്ങൾ അറിയുക. അല്ലെ, ഞാനീ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഈ പൂട്ടിന് നാളികേരിടുന്ന പോലെ ഇട്ടാൽ അതിൻ്റെ ചൂടങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് ഇവിടെ DK ശിവകുമാർ പറഞ്ഞ ഒരു വിഷയം, ആ വിഷയത്തെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി പറയേണ്ടിയിരുന്നത്, ഗോവിന്ദ മാഷെ തിരുത്താനൊന്നും ഞാൻ ആളല്ല, പാർട്ടി സെക്രട്ടറി പറയേണ്ടിയിരുന്നത് കർണാടകത്തിൻ്റെ ഉപമുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, അക്കാര്യം പരിശോധിക്കാനായിട്ട് പാർട്ടി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുമെന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ പകരം അദ്ദേഹം പറഞ്ഞത്
അദ്ദേഹത്തിന് ഭ്രാന്താണെന്നാണ്. അതെ, അപ്പോൾ നാളെ രാജരാജേശ്വര എന്ത് ക്ഷേത്രത്തെക്കുറിച്ച് അന്വേഷണം കൃത്യമായി നടത്തിയിട്ട് അറിയാവുന്ന ആളാണ് കേരളത്തിലെ എം വി ഗോവിന്ദൻ മാസ്റ്റർ. പ്രതിനിധി അദ്ദേഹം അവിടുത്തെ ആ ഭാഗത്തെ ജനപ്രതിനിധി കൂടിയാണ്. അവിടെ അങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞാൽ, ഒരു മൃഗബലിയൊക്കെ നടന്നു എന്ന് പറഞ്ഞാൽ അത് ഭ്രാന്തെന്നല്ലാതെ എന്താണ്, ഏത് വാക്കാണ് പറയേണ്ടത് എന്ന് അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനത് കേട്ടു. ഒരു ഭരണാധികാരി ആണ് ശിവകുമാർ. കേരളം ഭരിക്കുന്ന മുന്നണിയുടെ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഗോവിന്ദ മാഷ് പറയേണ്ടിയിരുന്നത് ഭ്രാന്താണെന്നല്ല, ഞങ്ങൾ ആ ആരോപണം അന്വേഷിക്കും എന്ന് പറയുന്നതിന് പകരം ഭ്രാന്താണെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് അന്വേഷണം നടത്തിയിട്ട് എന്താ കാര്യം? ഒന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഏതെങ്കിലും ഒരു മന്ത്രി, ദേവസ്വം മന്ത്രിയെങ്കിൽ അദ്ദേഹം കർണാടക ഉപമുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചിട്ട് എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിക്കാൻ ഉള്ള ഒരു രാഷ്ട്രീയ വിവേകം കാണിച്ചിരുന്നെങ്കിൽ അത് കൂടുതൽ നന്നാകുമായിരുന്നു. പിന്നെ കേരളത്തിൽ ഇന്നത്തെ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ സർക്കാരിനെ ബന്ധപ്പെട്ട് ആ കാര്യം അറിയിക്കാനുള്ള മര്യാദ കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രിയും കാണിച്ചിട്ടില്ല എന്നത് കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ ഡോക്ടർ ശിവദാസനിലേക്ക് പോയിട്ട് തിരിച്ചെത്താം. നമുക്ക് ഈ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇത്രയും മാത്രം മതിയല്ലോ. ഞാൻ വരാം. ഒരു മിനിറ്റ് അതിനൊരു ഉത്തരം പറഞ്ഞോട്ടെ. അതായത് ഭരണാധികാരികൾ ഇങ്ങനത്തെ വിഷയങ്ങളിൽ എടുത്തു ചാടി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. DK ശിവകുമാറിനോട് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. ഞാൻ ഉദാഹരണം കൂടെ പറഞ്ഞു നിർത്താം. കേരളത്തിൽ നമ്മുടെ ദേവസ്വം മന്ത്രി ശ്രീ K രാധാകൃഷ്ണൻ നമ്മുടെ ശിവദാസൻ്റെ കണ്ണൂർ ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ ദുരനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു, വിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ച്. അദ്ദേഹം അത് പൊതുജനത്തോട് വെളിപ്പെടുത്തിയത് 6-7 മാസങ്ങൾക്ക് ശേഷമാണ്. അതാണ് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. ഞാൻ രാധാകൃഷ്ണൻ അനുകൂലിക്കുകയാണ്, അല്ലാണ്ട് പിറ്റേന്ന് തന്നെ ബഹളുണ്ടാക്കുകയല്ല. ഇവിടെ ശിവകുമാർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ പൊതുജന സമക്ഷം അവതരിപ്പിച്ചു. അന്വേഷിക്കേണ്ടത് രാധാകൃഷ്ണൻ പറഞ്ഞ വിഷയം അന്വേഷിച്ചതുപോലെ ശിവകുമാറിന്റെ വിഷയം. താങ്കൾ പറയുന്ന ഈ ഉദാഹരണത്തിന് ലോജിക്കില്ല. അത് K രാധാകൃഷ്ണൻ എന്താണോ പറഞ്ഞത്, എങ്ങനെയാണോ അതിനെ കൈകാര്യം ചെയ്തത്, അതുപോലെയാണോ DK ശിവകുമാർ അത് അവതരിപ്പിച്ചതെന്നുള്ളത് താങ്കൾ തന്നെ പറഞ്ഞതൊന്നുകൂടി താങ്കൾ ഒന്ന് മനസ്സിലാക്കി നോക്കുക. ഞാൻ വരാം. ഡോക്ടർ ശിവദാസൻ, താങ്കൾ ഈ വിഷയത്തോട് എങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്? N ശ്രീകുമാർ പറഞ്ഞ വിശദീകരണത്തോട്. ഐത്തത്തെക്കുറിച്ച് ഇതിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായിട്ട് ഒരു ഉത്തരം നൽകിയിട്ടുണ്ട്. ആ ഉത്തരത്തിനപ്പുറത്ത് കൂടുതൽ വിശദീകരണം പോലും ആവശ്യമില്ല. അദ്ദേഹം തളിപ്പറമ്പ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന MLA ആണ്. തളിപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രവും രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചെല്ലാം ഏറ്റവും ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരു പേര് ഏതാണെന്ന് ചോദിച്ചാൽ അത് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പേരാണ്. അദ്ദേഹം അവിടെ ഉണ്ടായിട്ടുള്ള ഈ പ്രസ്താവനയോടുള്ള പ്രതികരണം വളരെ കൃത്യമായി കൊടുത്തു കഴിഞ്ഞു. ഇനി രണ്ട്, ശിവകുമാർ എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തി മാത്രമല്ല, അദ്ദേഹം ഒരു സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്ന ആളാണ്. ആ അർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവം എന്താണ് എന്നുള്ളതും വിശദാംശങ്ങൾ സഹിതം കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകളെ അറിയിക്കാനുള്ള സാമാന്യ മര്യാദ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നതിനെക്കുറിച്ച്. മറ്റൊരു വിഷയം കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് K രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് K രാധാകൃഷ്ണൻ മിനിസ്റ്റർ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തുണ്ടായ സംഭവം എന്താണ് എന്നുള്ളത് പയ്യന്നൂരുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് അവിടെ അതിനകത്ത് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുന്നതിന് കൂടിയുള്ള സന്നദ്ധത ആ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യം, കേരളം ഉയർത്തിപ്പിടിക്കുന്ന നവകേരള സങ്കല്പം, ആ നവകേരള സങ്കല്പം എന്നുള്ളത് ജാതി മത വിഭാഗീയതകളില്ലാത്ത മോദി മുന്നോട്ട് വെക്കുന്ന വീക്ഷണം പോലെയുള്ള ഒന്നല്ല. അത് ജാതിയും മതവും അങ്ങനെയുള്ള വിഭാഗീയതയൊന്നും ഇല്ലാത്ത ഒരു കേരളത്തെയാണ്, ആ കേരളത്തെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയാണ് നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മോദിയുടെ രാഷ്ട്രീയത്തിനെതിരായി, RSSൻ്റെ രാഷ്ട്രീയത്തിനെതിരായി ബഹുജനങ്ങളെ ആകെ അണിനിരത്തുന്ന വലിയ പ്രവർത്തനത്തിന് കേരളത്തെ ഒന്നടങ്കം സജ്ജമാക്കാനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മന്ത്രിസഭയും കേരളത്തിലെ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന LDFും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് BJPയുടെ രാഷ്ട്രീയത്തെ നേരിട്ട് ഏറ്റുമുട്ടാൻ, അവരോട് പടപൊരുതാനുള്ള ഊർജം പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, BJPയുടെ തീവ്ര ഹിന്ദുത്വത്തെ തങ്ങളുടെ മൃദു ഹിന്ദുത്വം കൊണ്ട് മറികടക്കാമെന്നും അവരാഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ചില ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള തെറ്റായ നിലയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ
അതൊക്കെ ആയിക്കൊള്ളട്ടെ എന്ന ഒരു മാനസിക നിലയിലുള്ള കുറേ ആളുകൾ ആ പാർട്ടിയുടെയൊക്കെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അത് വലിയ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത്. ഇപ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയം മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ മോദിയുടെ ധ്യാനത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോകാം. ആ ധ്യാനത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് രാജ്യത്തിന് വലിയ അപകടം നൽകുന്ന ഒന്നാണ്. മോദിയും RSSും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ധ്യാനങ്ങളിൽ ഉൾപ്പെടെ രാഷ്ട്രീയ ക്യാമ്പയിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. അവർ രാഷ്ട്രീയ ക്യാമ്പയിന് വേണ്ടി എടുക്കുന്ന ഇത്തരം വിഷയങ്ങൾക്കൊപ്പം തന്നെ അവരുടെ കയ്യിലുള്ള മാധ്യമങ്ങൾ, നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല മാധ്യമങ്ങളും വാഴ്ത്തിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. മോദി വന്ന് ഇറങ്ങിയതിനെക്കുറിച്ച്, മോദി നടന്ന് പോകുന്നതിനെക്കുറിച്ച്, വിവേകാനന്ദപ്പാറയിൽ അദ്ദേഹം ധ്യാനമിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ വലിയ നിലയിലുള്ള വാർത്തകൾ ചമക്കുകയാണ്. അദ്ദേഹം ഇരിക്കുന്നതിൻ്റെ ദിശ എങ്ങോട്ട്, ഇരിക്കുമ്പോൾ എങ്ങനെയാണ് കഴുത്ത്, എങ്ങനെയാണ് തിരിക്കുക തുടങ്ങി എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോദി മീഡിയ, ഗോദി മീഡിയ എന്ന് ഉത്തരേന്ത്യയിലെ കർഷകർ വിളിച്ച മുദ്രാവാക്യം ഇപ്പോൾ പ്രസക്തമായിട്ട് നിൽക്കുകയാണ്. മോദിയുടെ മടിയിലിരിക്കുന്ന മാധ്യമങ്ങൾ, അവർ മോദി സ്തുതികളുമായി നിൽക്കുന്നു. വിമർശിക്കാൻ അവർക്ക് ഭയമാണ്. ആ ഭയം കൊണ്ടാണ് അവരിതൊന്നും ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്ന, ഖജനാവിലെ പണം എടുത്ത് ധൂർത്തടിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ച് അവർ സംസാരിക്കാതിരിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും കേരളത്തിലെ ഭരണ നേതൃത്വത്തെയും നിരന്തരം വിമർശിച്ചു കഴിഞ്ഞാൽ RSSനും മോദിക്കും സന്തോഷമാവും എന്നുള്ളതുകൊണ്ടാണ് അവർ പിണറായി വിജയനെയും LDF നേതൃത്വത്തെയും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം കാണേണ്ടത് മോദിയുടെ ഹിന്ദുത്വ കൺസെപ്റ്റിന്, അവർ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ തീവ്രവാദ രാഷ്ട്രീയത്തിന് ഏറ്റവും എതിരായി നിൽക്കുന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനങ്ങൾ ചിക്കാഗോയിലും അതിനുശേഷം ഇന്ത്യയിലും എല്ലാം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിൽ, പ്രഭാഷണങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പേരാണ് സ്വാമി വിവേകാനന്ദൻ എന്നുള്ളതാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ദർശനം അത് മോദിയുടെ RSSൻ്റെ രാഷ്ട്രീയത്തിന് എതിരായിട്ടുള്ള ദർശനമാണ്. മനുഷ്യസ്നേഹത്തിൻ്റെ കടൽ, മനുഷ്യസ്നേഹത്തിൻ്റെ മഹാസാഗരത്തെ നമുക്ക് പല വേളകളിൽ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ആളുകളിൽ ഒരാളുടെ പേരാണ് സ്വാമി വിവേകാനന്ദൻ എന്നുള്ളത്. എന്നാൽ വിദ്വേഷത്തിൻ്റെ, പരസ്പര വിദ്വേഷത്തിൻ്റെ, അന്യമത വിദ്വേഷത്തിൻ്റെ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള കഥകൾ ആവർത്തിക്കുകയും മറ്റ് മതസ്ഥരെ ആക്രമിക്കുന്നതിന് ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൻ്റെ പേരാണ് ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആളുകളുടേത് എന്നുള്ളത് കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, അപ്പോൾ മോദിക്കുള്ള ഉത്തരം സ്വാമി വിവേകാനന്ദൻ തന്നെ കാലങ്ങൾക്ക് മുമ്പ് നൽകിയിട്ടുണ്ട്. അതൊരുപക്ഷെ അയവിറക്കാൻ കൂടി ഈ ധ്യാന സമയം അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടേക്കാം എന്നുകൂടിയാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. അവിടെ ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെയോ കോൺഗ്രസിനെയോ മാത്രം ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള ഒരു തോന്നൽ ഇത്തവണ മോദിക്കില്ലാതെ പോയി. കാരണം അവിടെ ഒരു ഇന്ത്യ സഖ്യമുണ്ട്, മറ്റുള്ള ഒരുപാട് പേർ പ്രാദേശികമായി തന്നെ ചേർന്നിട്ടുണ്ട്, പ്രതിപക്ഷത്ത് ഒരു വലിയ രാഷ്ട്രീയ ഐക്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയ മോദി പലപ്പോഴായി ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പലതരം തന്ത്രങ്ങൾ പ്രയോഗിച്ചു. അതിലേറ്റവും ഒടുവിലത്തേതാണിപ്പോൾ ഈ കാണുന്നത് എന്ന രീതിയിലുള്ള നിരീക്ഷണമാണിപ്പോൾ വരുന്നത്. അല്ലേ, എന്തായാലും എനിക്ക് ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ശ്രീ ശിവദാസ്, CPMന്റെ പ്രതിനിധിയായ ശിവദാസൻ ഇവിടെ ഇരുന്ന് സ്വാമി വിവേകാനന്ദനെ അങ്ങ് പുകഴ്ത്തി അദ്ദേഹം, എനിക്ക് തോന്നുന്നു അങ്ങ് എന്തായാലും എനിക്കത് വളരെ 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 സന്തോഷമുണ്ട്. അപ്പം അദ്ദേഹത്തെയും താങ്കളെയും ഇത് കേട്ടിരിക്കുന്ന ഒരു ചെറിയ ചരിത്രം ഒരു വാചകത്തിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1967 കന്യാകുമാരിയിലെ ഈ വിവേകാനന്ദ സ്മാരകം നിർമ്മിക്കാനായി ഇറങ്ങിത്തിരിച്ചപ്പോൾ അതിൻ്റെ സംഘാടകർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന സർക്കാരുകളെയും സമീപിച്ചിരുന്നു. എല്ലാ സംസ്ഥാന സർക്കാരുകളും അതിന് കൈയയച്ച് സംഭാവന നൽകുകയും ചെയ്തിരുന്നു. അന്ന് കേരളം ഭരിച്ചിരുന്ന EMS സർക്കാർ ഇതിന്റെ സഹകരണത്തിന് വേണ്ടി സമീപിച്ചപ്പോൾ കാവി ചുറ്റിയ ഒരു മതഭ്രാന്തന്റെ സ്മാരകത്തിന് കൊടുക്കാൻ ചില്ലിക്കാശ് പോലും ഈ കേരളത്തിൽ നിന്ന് കൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയുടെ അനുയായി ഇവിടെ ഇരുന്ന് അതേ സ്വാമിജിയെ വാഴ്ത്തിപ്പാടുന്ന കാണുമ്പോൾ എന്തായാലും നന്നായി, അത് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് ആ വിവേകാനന്ദ സ്മാരകത്തിന് വേണ്ടി 1 രൂപ പോലും സംഭാവന കൊടുക്കാത്ത ഒരേ ഒരു സംസ്ഥാന സർക്കാർ കേരളമായിരുന്നു.
അത് ഭരിച്ചിരുന്നത് EMS സർക്കാരുമായിരുന്നു. അത് ഞാൻ ഒന്ന് വിനീതമായി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ എല്ലാവരും ഇവിടെ ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ലാൽകുമാർ, അദ്ദേഹം ഇവിടെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നൊക്കെ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നത് കണ്ടു. എന്തായാലും ധ്യാനത്തിനെ പറ്റിയും മോക്ഷത്തിനെ പറ്റിയും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നതും അതിനെപ്പറ്റിയൊക്കെ വിശദീകരിക്കുന്നതും ഒക്കെ വളരെ രസകരമായ, വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. ശ്രീകുമാർ സാർ ഇവിടെ പറഞ്ഞു, ഭാരതത്തിലെ ജനങ്ങൾ ഒരു ധ്യാനത്തിലാണ്. ഈ 4-ാം തീയതി അവർ ധ്യാനത്തിൽ നിന്നുണരും. ആ ധ്യാനത്തിൽ നിന്നുണരുമ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് താഴെ വീഴും, ഇവിടെ ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞു. സാറേ, ഇനി 2-3 ദിവസമേ ഉള്ളൂ. 2-3 ദിവസം മാത്രം മതി. അന്ന് സംഭവിക്കുന്നത് നേരെ തിരിച്ചാണെങ്കിൽ ഇവിടെ ഇതേപോലെയുള്ള ചർച്ചയിൽ, ഇതേപോലെയുള്ള വേദിയിൽ ഇരുന്ന് ഇതേ ആൾക്കാർ പറയുന്നത്, അന്ന് പറയുന്ന കാര്യം ഇവിടെ ഇതുവരെ പറഞ്ഞിരുന്നത് എന്താണ്? നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ പരാജയപ്പെട്ടു, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബോധമുണ്ട്, അത് തള്ളിക്കളഞ്ഞു, രാമക്ഷേത്രം വർക്ക് ചെയ്യാൻ പോകുന്നില്ല, നരേന്ദ്രമോദിയുടെ ഒരു വികസന വാചോടാവകൾ ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നില്ല, ജനങ്ങൾ അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കാത്തിരിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗവുമില്ല. ശരി, അപ്പോൾ ഈ 4-ാം തീയതിയും വൈകുന്നേരവും നിങ്ങൾ ഇതൊക്കെ തന്നെ പറയണം. അപ്പോൾ പറയരുത് നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗം കൊണ്ടാണ് ജയിച്ചത്, EVM മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ജയിച്ചത്, ഇവിടെ നടന്നത് യഥാർത്ഥ തെരഞ്ഞെടുപ്പല്ല, ഇവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു. അന്നൊന്നും താങ്കൾ പറഞ്ഞു വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം CPM കാരനല്ല, അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല, അദ്ദേഹം ഒരു RSS കാരനാണ് എന്ന് പറഞ്ഞു വരുന്നത് പോലെ എനിക്ക് തോന്നി. അതൊന്ന് ക്ലിയർ ചെയ്താൽ. സ്വാമി വിവേകാനന്ദൻ 1905 സമാധിയായ ആളാണ്. ഇവിടെ RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാകുന്നത് അതിനും 20 വർഷം ശേഷമാണ്, 1925-ലാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയുന്നില്ല, അത് വിട്ടേക്ക്. പിന്നെ ഈ ഭാരതത്തിന് വേണ്ടി സംഭാവന നൽകിയ ഓരോ വ്യക്തിയും അത് RSSന് പ്രിയപ്പെട്ടവരാണ്. അത് സ്വാമി വിവേകാനന്ദനായാലും ശരി, സർദാർ വല്ലഭായ് പട്ടേലായാലും ശരി, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയത് കൊണ്ട് കൊള്ളാം. എന്തായാലും അദ്ദേഹം നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ എത്തിയതിന് ശേഷം സ്വാമി വിവേകാനന്ദൻ്റെ സ്മാരകം നിർമ്മിക്കാനായി കേരള സർക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നതിൽ ഗവേഷണം നടത്തിയ കാര്യങ്ങൾ മുമ്പേ ഉപയോഗിക്കാൻ വെച്ചിരുന്നത് പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചരിത്ര സത്യമാണത്. നിങ്ങൾ അന്വേഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. 1 രൂപ കേരള ഗവൺമെന്റ് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, കാവി ചുറ്റിയ മതഭ്രാന്തൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിജിയെ അധിക്ഷേപിക്കുക കൂടിയാണ് ഈ നമ്പൂതിരിപ്പാട് ചെയ്തത്. നിങ്ങളുടെ പരമാചാര്യനായ നമ്പൂതിരിപ്പാട് ചെയ്തത്. അല്ല, എനിക്കറിയാവുന്നത് EMS നമ്പൂതിരിപ്പാട് സ്വാമി വിവേകാനന്ദനെ ഒരു ആധുനിക കാലഘട്ടത്തിന്റെ ഒരു ഐക്കണായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത് എന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. മതഭ്രാന്തൻ എന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ലാൽകുമാർ, ഇപ്പോൾ ഷാബു പ്രസാദ് അവസാനം പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടല്ലോ. ഇതുപോലെ പലതും പല ഘട്ടങ്ങളിൽ ആണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മൾ നരേന്ദ്രമോദിയിൽ നിന്ന് തന്നെ കേട്ടത്. എന്താണ് കേരളത്തിൽ പറയാമായിരുന്നത് ഏപ്രിൽ 26-ന് മുൻപ് എന്നുള്ളത് ഒരുപക്ഷെ ഇപ്പോൾ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. EMS പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പല രീതിയിൽ തെറ്റായി ദുർവ്യാഖ്യാനം ചെയ്ത് അവിടുന്ന് ഇവിടുന്നും ശകലങ്ങൾ എടുത്ത് ഈ രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നത് പോലെയുള്ള പല കാര്യങ്ങളും. എങ്ങനെയാണ് ഈ ധ്യാനത്തിൻ്റെ ഘട്ടത്തിലുള്ള ഇത്തരം ചിന്തകളെ, ഇത്തരം വിശദീകരണങ്ങളെ, വ്യാഖ്യാനങ്ങളെ താങ്കളിപ്പോൾ അവസാനം വിലയിരുത്തുന്നത്? തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ തന്നെയാണോ? നാളെ അവസാന ഘട്ട തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് തന്നെയാണോ നരേന്ദ്രമോദിയുടെ ഉദ്ദേശം? ആദ്യം നമ്പൂതിരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം പറയാം. നമ്പൂതിരിപ്പാട് പണം കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭ. ആ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കൊടുത്തിട്ടില്ല എന്ന് അസ്യൂം ചെയ്യുകയാണ്. കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പോയിൻ്റ് അങ്ങ് പറയാം. കാര്യം ഷാബു പ്രസാദിന് മറുപടി പറയാം. സ്വാമി വിവേകാനന്ദൻ്റെ മെമ്മോറിയലിന്, അവിടെ പണിഞ്ഞിരിക്കുന്ന മെമ്മോറിയലിന് ഒരു മതനിരപേക്ഷ രാഷ്ട്രീയമുള്ള ഒരു കക്ഷി പണം കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ? കാര്യം അത് RSSകാർ ഉണ്ടാക്കിയതാ. ഏകനാഥ് റാണഡെ ഉണ്ടാക്കിയതാ സാധനമാണ്. അതിന് അദ്ദേഹമാണ് അതിൻ്റെ ആർക്കിടെക്റ്റ്. ഏകനാഥ് റാണഡയ്ക്ക് എങ്ങനെ
രാമകൃഷ്ണ മിഷന്റെ എല്ലാമായിരുന്ന വിവേകാനന്ദനെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഈ നാട്ടിൽ വർഗീയതയ്ക്കെതിരെ സംസാരിച്ച സന്യാസിമാരിൽ ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ. അങ്ങനെ സ്വാമി വിവേകാനന്ദൻ സന്യാസത്തിൽ ഈ പറയുന്ന വർഗീയതയ്ക്കെതിരെ, ഹിന്ദുത്വത്തിനെതിരെ സംസാരിച്ച ഈ പറയുന്ന മനുഷ്യൻ ഒരു RSSകാരൻ ആർക്കിടെക്റ്റായി ഒരു മെമ്മോറിയൽ പണിയുമ്പം അതിന് മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാർ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ട കാര്യമില്ല. അതിനെ സ്വാമി വിവേകാനന്ദനെ എതിർത്തു, സ്വാമി വിവേകാനന്ദന്റെ എതിരാളിയായിരുന്നു EMS എന്നൊക്കെ പറയുന്നതിനെയാണ് ഇവിടെ ഞാൻ താങ്കളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇല്ല, നോക്കൂ, സ്വാമി വിവേകാനന്ദനെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സ്വാമി വിവേകാനന്ദനെ ഒരു എതിർ ശബ്ദമാക്കി മാറ്റിക്കൊണ്ട് നിർത്തേണ്ട ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നില്ല വന്നിട്ടുണ്ടെന്ന്. ഇല്ല, അങ്ങനെയില്ല. അതിനുള്ള തെളിവുകൾ പലതുമുണ്ട്. EMS ഉൾപ്പെടെ ഹിന്ദു സന്യാസിയായി, ഹിന്ദു സന്യാസിമാരിൽ തന്നെ ഒരു ഇടതുപക്ഷക്കാരൻ, ലെഫ്റ്റ് ഹിന്ദുയിസ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് സ്വാമി വിവേകാനന്ദനെ കണ്ടിരുന്നത്. ഇതിനകത്ത് മെമ്മോറിയലുമായി ബന്ധപ്പെട്ട വരാൻ സാധ്യതയുള്ള ഒരു വിഷയം ഞാൻ വളരെ വളരെ കൃത്യമായി പറയുന്നത്, ഏകനാഥനാണ് RSSകാരനായിരുന്നു. RSS രാഷ്ട്രീയത്തോട്, RSSകാരൻ കൊണ്ടിരുന്ന ഒരു കാര്യത്തോട് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പണം കൊടുക്കേണ്ട കാര്യമില്ല. അതിപ്പോ നാളെ രാവിലെ അവർ ഉണ്ടാക്കാൻ പോകുന്നത് സർദാർ പട്ടേലിന്റെയോ നെഹ്റുവിന്റെയോ ആണെങ്കിലും കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം RSSകാരനല്ല ഈ പറയുന്ന വിവേകാനന്ദനെ അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടെന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. കാര്യം ഞാനത് പറഞ്ഞുതരാം, അത് എനിക്ക് ഒരു സെക്കൻഡ് തരൂ. ചരിത്രകാരനായ വിനയ്ലാൽ ഇതുമായി ബന്ധപ്പെട്ട് എഴുതുന്നുണ്ട്. ചരിത്രകാരൻ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചലസിലെ പ്രൊഫസറാണ്. അദ്ദേഹം പറയുന്ന 3 BE കുറിച്ചാണ്, വിവേകാനന്ദ ദർശനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന 3 B ആണ്. അത് പറയുന്ന ബീഫ്, ബൈസെപ്സ് ആൻഡ് ഭഗവത്ഗീത എന്നാണ്. ബീഫ്, ബൈസെപ്സ് ആൻഡ് ഭഗവത്ഗീത എന്തിനാന്ന് വെച്ചാൽ അത് ബ്രിട്ടീഷ് കൊളോണിയൽ ഇമ്പീരിയലിസത്തിനെതിരെ എതിർക്കാനായി അദ്ദേഹം പറഞ്ഞൊരു കാര്യങ്ങളിലൊന്നാണത്. കാര്യം ഇന്ത്യൻ ജനത ചൈതന്യയുടെ അല്ലെങ്കിൽ കാർവർണ്ണനായ കൃഷ്ണനെ മാറ്റിവെച്ച് ഭഗവത്ഗീതയിലെ മസ്കുലിനായ കൃഷ്ണനെ ഉൾക്കൊള്ളണം. ഒന്ന്, അത് കൃഷ്ണന്റെ ആശയം ശരിയാകുന്നുള്ളതുകൊണ്ടല്ല, കാർവർണ്ണനായ കൃഷ്ണനെ ഒഴിവാക്കി മസ്കുലിൻ കൃഷ്ണനെ ഉൾക്കൊള്ളണം. ഒന്ന്, ബൈസെപ്സ് കൊണ്ടുവരണം. എന്താണ് ബൈസെപ്സ് എന്ന് പറഞ്ഞാൽ ശക്തി നേടണം. ബീഫ്, ബൈസെപ്സ് ആൻഡ് ഭഗവത്ഗീത. എങ്ങനെ ബൈസെപ്സ് ഉണ്ടാകും? ബീഫ് കഴിച്ചുണ്ടാവും. ഇവർക്ക് ബീഫ് എന്ന് പറഞ്ഞാൽ ഇവർ തല്ലിക്കൊല്ലും ആൾക്കാരെ, കൊല്ലത്തില്ലേ? ഞാൻ പറഞ്ഞതല്ല, ബീഫ്, ബൈസെപ്സ് ആൻഡ് ദ ഭഗവത്ഗീത. ഇത് പറഞ്ഞിരിക്കുന്നത് വിവേകാനന്ദനാണ്. വിവേകാനന്ദ തീർച്ചയായിട്ടും ഞാൻ ഡോക്ടർ സമയത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ലാൽകുമാർ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞത്. ഞാൻ അതിൽ നിന്ന് ഡോക്ടർ ശിവദാസനിലേക്ക് ഒന്ന് പോവുകയാണ്. ഒരു കോട്ടും കൂടി ഞാൻ വെക്കുകയാണ് ഇവിടെ. EMS 1993 പറഞ്ഞതാണ്, സ്വാമി വിവേകാനന്ദ വാസ് ദി ഇന്റലക്ച്വൽ ആൻഡ് ഫിലോസഫർ ഹു ട്രൈഡ് നോട്ട് ഓൺലി ടു ഇന്റർപ്രറ്റ് but change Indian society as he saw it, to build a modern, science-oriented, democratic, secular and political India. ഇത് പറഞ്ഞത് EMS ആണ്, ഡോക്ടർ ശിവദാസൻ. ലാൽ, അത് ഇന്ന് ഈ പറഞ്ഞ വാക്കുകൾ ഇന്ന് പല ആളുകളും കോട്ട് ചെയ്തിട്ടുള്ള കാര്യം കൂടിയാണ്. അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ട്വിറ്ററിലൊക്കെ EMS ഈ പറഞ്ഞ കാര്യം പലരും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ RSSകാർ ഇത് വായിക്കാറില്ല എന്നുള്ളതുകൊണ്ട് അവർ കേൾക്കാതിരിക്കുന്ന. മറ്റൊന്നുകൂടി ഞാൻ പറയാം, ഈ RSSകാരെ അറിയാൻ വേണ്ടി സ്വാമി വിവേകാനന്ദൻ്റെ സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൊരു ഏജൻസിയുണ്ട്, നാഷണൽ ബുക്ക് ഏജൻസി. ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള പല ഏജൻസികളും പല സ്ഥാപനങ്ങളും വിവേകാനന്ദൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ട്. നോക്കൂ, അവർ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യം, ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പല ഘട്ടത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. EMS ആമുഖം എഴുതിക്കൊണ്ട് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. EMS ആമുഖം എഴുതിയതുപോലെ ആ നാഷണൽ ബുക്ക് ഏജൻസിയുടെ ബുക്കിനകത്ത് ഭൂപേന്ദ്രനാഥത്തിൻ്റെ ആമുഖമുണ്ടായിട്ടുണ്ട്. അവർ വിവേകാനന്ദനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വിവേകാനന്ദനെക്കുറിച്ച് എഴുതിയ ഭാഗത്ത് ഇന്ത്യയിൽ മതവർഗീയതക്കെതിരായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലിൻ്റെ വാക്കുകൾ കൂടിയാണ് വിവേകാനന്ദൻ്റെതെന്ന് പറഞ്ഞിട്ടുണ്ട്. RSSകാർക്ക് ബോധം ഉദിക്കാൻ സമയമെടുക്കും. എന്തുകൊണ്ടാണ്? ഡിജിറ്റൽ ടെക്നോളജി വരുന്നതിന് മുമ്പ് ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തിട്ട് ഇന്റർനെറ്റ് വരുന്നതിന് മുമ്പ് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവരുടെ ദൈവം. നോക്കൂ, നേരത്തെ ആദ്യം വന്നത് പ്രധാന സേവകനായി, പിന്നെ ചൗക്കീദാറായി, ഇപ്പൊ പറയാണ് ഞാൻ ദൈവമാണ്. അങ്ങനെ ഞാൻ ദൈവമാണെന്ന് പറയുന്ന, ഡിജിറ്റൽ ക്യാമറ ഇല്ലാത്ത കാലത്ത് ഡിജിറ്റൽ ഫോട്ടോ എടുത്ത, ഇന്റർനെറ്റ് ഇല്ലാത്ത കാലത്ത് ഇന്റർനെറ്റിൽ മെയിൽ അയച്ച ആ മഹാനുഭാവനെ കുറിച്ചോർത്ത്, ആ മഹാനുഭാവന് സ്തുതി പാടുന്ന RSSന്റെ സംഘത്തെക്കുറിച്ചോർത്ത്
നല്ല നമസ്കാരം എന്നുള്ളതിനപ്പുറത്ത് വേറെ ശരി. ഒന്നും പറയാനില്ല. ശരി എൻ EMS നെ ശ്രീകുമാർ ദയവായി എന്നോട് അവഹേളിക്കാൻ ക്ഷമിക്കുക. എവിടെയും എനിക്ക് ഇല്ലാത്ത ഒരല്പം വാക്കുകൾ പോലും സമയം പ്രയോഗിക്കുന്ന അങ്ങയിലേക്ക് അങ്ങയോട് വരാൻ ഇല്ല. 10 സെക്കൻഡ് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എങ്കിൽ മാത്രം. അതായത് ഞാൻ ഒറ്റക്കാരിയെ പറയുന്നുള്ളൂ. സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണെങ്കിലും മഹാത്മാഗാന്ധിയെക്കുറിച്ചാണെങ്കിലും ഒക്കെ CPM-ന് വൈകി വന്ന വിവേകം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഡോക്ടർ ശിവദാസൻ എത്ര ശരി, അപ്പൊ ഞാൻ ശിവദാസനും കൂടി ഇനിയിപ്പോൾ സമയം കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അക്കാര്യത്തിൽ എന്തായാലും ശരി, ഇന്നിപ്പോൾ നമ്മൾ കേട്ട ധ്യാനവും യാഗവും ഇന്ന് രാജ്യം ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് കൂടി ശ്രീ എൻ ശ്രീകുമാർ ഒന്നുകൂടി ആലോചിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്. എന്തായാലും EMS നമ്പൂതിരിപ്പാട് എന്താണ് സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് പറഞ്ഞത് എന്നുള്ളത് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 26-ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോയത് വലിയ ഭാഗ്യം. ഇപ്പോൾ ഈ ധ്യാന സമയത്തായിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ പറഞ്ഞു വെക്കുമായിരുന്നത് എന്നുള്ളത് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കേൾക്കുമ്പോൾ വളരെ നന്ദി. ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ ശിവദാസൻ, എൻ ശ്രീകുമാർ, ഒപ്പം ഷാബു പ്രസാദ്, അഡ്വക്കേറ്റ് ലാൽകുമാർ. ന്യൂസ് അവസാനിക്കുന്നു.